നിറഞ്ഞ നമസ്കാരം. നമ്മുടെ മുറി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൃത്തിഹീനമായി പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം വാരി വലിച്ചിട്ടതായി കണ്ടാൽ നമുക്ക് കളിക്കാൻ തോന്നുമോ? ഇല്ല അല്ലേ? എന്നാൽ എല്ലാം അടുക്കി പെറുക്കി നല്ല വൃത്തിയായിരിക്കുന്ന ഒരു മുറി കണ്ടാലോ നമ്മുടെ മനസ്സും സന്തോഷം കൊണ്ടു നിറയും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ശുചിത്വം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സന്തോഷം നൽകുന്ന ശുചിത്വത്തെ കുറിച്ചാണ്. കൂട്ടുകാരെ, നമ്മുടെ ഈ ശരീരം നമ്മുടെ സ്വന്തം വീടാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ വീട്ടിൽ രോഗാണുക്കൾ എന്ന വികൃതികളായ അതിഥികൾ വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? അതിനാണ് നമ്മൾ ശുചിത്വം പാലിക്കുന്നത്. ദിവസവും രാവിലെയും രാത്രിയും പല്ലു തേച്ചാൽ നമ്മുടെ പല്ലുകൾ മുത്തുകൾ പോലെ തിളങ്ങും. ദിവസവും കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാൽ നമ്മൾ ഒരു യോദ്ധാവിനെ പോലെ രോഗാണുക്കളോട് പോരാടും. ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകിയാൽ രോഗങ്ങൾ നമ്മളിൽ നിന്ന് ഓടിപ്പോകും. നമ്മുടെ ശരീരം വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആരോഗ്യവാന്മാരും മിടുക്കരുമായി മാറും. ഇനി നമ്മുടെ ലോകം മുഴുവൻ ഒരു വലിയ വീടാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ സ്കൂള്, ക്ലാസ് മുറി, കളിസ്ഥലം, റോഡുമെല്ലാം ആ വലിയ വീടിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ക്ലാസ് മുറി അറിവിൻ്റെ ക്ഷേത്രമാണ്. കളിസ്ഥലം ചിരിയുടെയും കളിയുടെയും പൂന്തോട്ടമാണ്. ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്യമാണ്. മിഠായിയുടെ കടലാസും മറ്റു ചപ്പുചവറുകളും വലിച്ചെറിയാതെ ചവച്ച് കൂട്ടയിൽ തന്നെ ഇടണം. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം വരില്ലേ? നമ്മുടെ പരിസരം വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശുചിത്വത്തിൻ്റെ ചെറിയ സൂപ്പർ ഹീറോകളായി മാറും. വൃത്തിയുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ മനസ്സിന് ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകുന്നു. എവിടെയും വൃത്തിയും വെടുപ്പുമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും തോന്നും. നല്ല ചിന്തകൾ മനസ്സിൽ നിറയും. വൃത്തിയുള്ളൊരു വീട്ടിലും വൃത്തിയുള്ളൊരു സ്കൂളിലും വൃത്തിയുള്ളൊരു നാട്ടിലുമായിരിക്കും നല്ല കുട്ടികളും നല്ല സുഹൃത്തുക്കളും ഉണ്ടാവുക. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയായിരിക്കും. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണം. ശുചിത്വം ഒരു ശീലമാണ് സുഹൃത്തുക്കളെ. അത് സന്തോഷത്തിൻ്റെ താക്കോലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ശുചിത്വത്തിൻ്റെ മിടുക്കരായ കാവൽക്കാരായി മാറണം. നമ്മുടെ വീടും വിദ്യാലയവും നാടുമെല്ലാം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം. അതുവഴി സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു തലമുറയായി നമുക്ക് വളരാം. എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചെല്ലാവർക്കും ഒരുപാട് നന്ദി.